കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലയിൽ നിന്ന് ഏകദേശം 300 കുറയാത്ത ആളുകൾ എന്നോടൊപ്പം പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. ഓക്കെ, അത് ഒരു നീക്കമാണ്, രാഷ്ട്രീയ മാറ്റമാണ്. കണ്ണൂർ ജില്ലയിൽ ഒരു 10-300 പേരെങ്കിലും ഇതിനോടകം പാർട്ടിയിൽ എന്റെ കൂടെ ചേരുക മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എന്റെ സഹായത്തോടെ. അതായത് രഘുനാഥേട്ടന്റെ വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഉപയോഗിച്ചും അതായത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളോടും ഐക്യപ്പെട്ടുകൊണ്ട് ആളുകൾ ബിജെപിയിലേക്ക് വന്നിട്ടുണ്ട്. ആർത്ഥത്തിൽ അത് ബിജെപിക്ക് ഒരു വലിയ ആർത്ഥത്തിലൊരു വലിയ നേട്ടമാണ് അല്ലെ? ഒറ്റയടിക്ക് ഇത്രയും പേർക്ക് പോകുന്നു. ഒരുപാട്. കാരണം കോൺഗ്രസിന്റെ കോട്ടയിലൊരു വിള്ളലുണ്ടായി. കോൺഗ്രസിനകത്ത് നിൽക്കുന്ന പല നേതാക്കന്മാരിപ്പോ പറയുന്നത് രഘുവേട്ടനാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ നമ്മൾ ഒന്നും നോക്കില്ല, വോട്ട് രഘുവേട്ടനായിരിക്കും, പൂർണ്ണ പിന്തുണ ഉണ്ടാവുന്ന പറയുന്നത്. ചിലർ പ്രത്യക്ഷത്തിൽ വരാൻ മടിക്കുന്നവരുണ്ട്, പക്ഷേ പിറകിൽ ഒരുപാട് പേരുണ്ടെന്നുള്ളത് ഇതൊരു ചരിത്രമാണ്. മാത്രമല്ല ഈ പട്ടികയിലുള്ള 3 പേര് UDF-ലെ പഴയ കരുത്തരാണ്. അഥവാ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്, AK ആന്റണിയുടെ മകൻ മാത്രമല്ല കോൺഗ്രസിന്റെ ഡിജിറ്റൽ ക്യാമ്പയിനെ നയിച്ചിരുന്നയാളാണ്. മറ്റൊരാൾ കാലിക്കറ്റ് VC ആയിരുന്നു, ലീഗിന്റെ നേതാവായിരുന്നു. ആ ഘട്ടത്തിൽ കാലിക്കറ്റ് VC ആയിട്ട് വന്നയാളാണ് അബ്ദുൽ സലാം. ഇതായിപ്പോ രഘുനാഥ്. 3 പേരും ഇത് നമുക്ക് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. അതൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് തീർച്ചയായും അല്ലേ? അതെ. ശ്രീ രഘുനാഥേട്ട, ഈ തീരുമാനം എന്നാ എടുക്കുന്നത്? തീരുമാനം ഡിസംബറിലാണ്. കഴിഞ്ഞ ഡിസംബർ. നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞ ഡിസംബർ 24-ാം തീയതിയാണ് ഞാൻ പാർട്ടി ചേരുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസം 24-ാം തീയതി, അത് 2024 തൊട്ട് മുമ്പ് ആ തീരുമാനം എടുത്തു. അതെ, 2023 ഡിസംബർ 14-ാം തീയതിയാണ് പാർട്ടിയിൽ നിന്ന് വിടാനുള്ള തീരുമാനം ഞാൻ എടുത്തത്. പാർട്ടിയിൽ നിന്നുള്ള വിടാനുള്ള തീരുമാനം കഴിഞ്ഞ കുറെ കാലമായി എന്റെ മനസ്സിലുണ്ടായ ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ചില അപമാനങ്ങൾ ഒക്കെ സഹിച്ചുകൊണ്ട് കുറെ കാലമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിജിയുടെ പുതിയ കാലഘട്ടത്തിലെ പ്രവർത്തന ഒക്കെ നോക്കിക്കാണുമ്പോഴും ഒരു മാറ്റം ഞാൻ ആഗ്രഹിച്ചു. അതായത് പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത് കോൺഗ്രസിനുള്ളിൽ നേരിട്ട അപമാനമാണ്. അതൊരു ഘടകമാണ്. അതൊരു ഘടകമാണ്. തന്നെ അവഗണിക്കുന്നു എന്ന് തോന്നി. തീർച്ചയായും അതൊന്ന്. 2, നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിൽ ആകർഷകനായി. ഈ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ അപമാനം എന്ന് പറയുമ്പോൾ ആരാണ് ശരിക്കും അവഗണിച്ചത്? ഇപ്പൊ കോൺഗ്രസ് ക്യാമ്പ് അറിയാമല്ലോ, കണ്ണൂരിൽ അത് K. സുധാകരനാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ കണ്ണൂർ ജില്ലാ ലീഡർഷിപ്പ് ഞങ്ങൾക്ക് പിണറായി വിജയനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് അറിയാം. മത്സരിച്ചതിന് ശേഷം 2.5 വർഷക്കാലമായി കണ്ണൂർ ജില്ലയിലെ ഒരു പാർട്ടി പരിപാടി എന്നെ വിളിക്കാറില്ല. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പാർട്ടി വിരുദ്ധനായിരുന്നില്ല, പാർട്ടിക്കെതിരായി നിന്നല്ല. K. സുധാകരൻ സ്റ്റേറ്റ് പ്രസിഡന്റാണെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരാൾ ഞാനാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സുധാകരൻ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. ഇന്നലെ തന്നെ നിങ്ങളൊരു പുതിയ ലിസ്റ്റ് വന്നു കാണും. അത് എനിക്ക് തോന്നുന്നത് 5 വർഷം മുന്നേ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കാലത്തുള്ള ഒരു ലിസ്റ്റാണ്. വീണ്ടും സുധാകരൻ വരുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കേരളത്തിൽ കോൺഗ്രസിനകത്തൊരു മാറ്റം ഉണ്ടാകുന്നു. എല്ലാ രീതിയിലും ചെറുപ്പക്കാരെ കൊണ്ടുവരുന്ന